ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ ആയിരുന്നുവല്ലോ ലാലേട്ടന്റെ L360 ആദ്യ പ്രധാനപ്പെട്ട ഷെഡ്യൂൾ ചിത്രീകരണം പൂർത്തിയായത്. തുടർന്ന് ലാലേട്ടൻ അഭിനയിക്കാനായിട്ടിരിക്കുന്നത് എമ്പുരാൻ എന്ന സിനിമയിലാണ്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ വൻ താരനിര ഭാഗമാകുന്ന ലാലേട്ടൻ സിനിമ L2 എമ്പുരാന്റെ ഗുജറാത്ത് ഷെഡ്യൂൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഏകദേശം 30-40 ദിവസത്തെ ചിത്രീകരണം ഗുജറാത്തിൽ ബാക്കിയുള്ള സിനിമയിലേക്കാണ് ലാലേട്ടൻ ഉടനെ ജോയിൻ ചെയ്യാനായിട്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഗുജറാത്ത് ഷെഡ്യൂൾ കഴിഞ്ഞാൽ ഉടനെ പൃഥ്വിരാജ് എമ്പുരാനിൽ നിന്നും പോകുന്നത് സലാർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗ ചിത്രീകരണത്തിലേക്കാണ്. പ്രഭാസിനെ നായകനാക്കി പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന പൃഥ്വിരാജ് കൂടി അഭിനയിക്കുന്ന സലാർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗ ചിത്രീകരണം അങ്ങനെ ഓഗസ്റ്റ് 10 ആരംഭിക്കുകയാണ്. ഹൈദരാബാദിൽ ഏകദേശം 15 ദിവസത്തെ ചിത്രീകരണമാണ് നടക്കുന്നത്. എന്തായാലും സലാറിന്റെ രണ്ടാം ഭാഗത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കാം. ടൊവിനോ നിർമ്മിച്ച് ബേസൽ ജോസഫ് നായകനെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് മരണമാസ്. സിനിമയുടെ ചിത്രീകരണവും പൂജയും ഇന്ന് നടന്നിരിക്കുകയാണ്. ടൊവിനോ, ബേസൽ തുടങ്ങിയവരെല്ലാം തന്നെ പൂജ ചടങ്ങിൽ പങ്കെടുത്തു. 2022 മറ്റും മുഴുവൻ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടും ഇനിയും റിലീസ് ചെയ്യാനാവാതെ പോയ സിനിമയാണല്ലോ നിവിൻ പോളി സൂരി അഞ്ജലി കോംബോയിൽ വരാനിരിക്കുന്ന 7 കടൽ 7 മലൈ. ചിത്രം റാം സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന തമിഴ് സിനിമയാണ്. ഇന്നിപ്പോഴത്തെ സിനിമയുടെ സെക്കൻഡ് സിംഗിൾ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമയിലെ രണ്ടാമത്തെ ഗാനം ജൂലൈ 5 വൈകിട്ട് 6 മണിക്ക് പുറത്തുവരും. മദൻ കറിക്ക് എഴുതി യുവൻ ശങ്കർ രാജ സംഗീതം നൽകി സന്തോഷ് നാരായണൻ ആലപിക്കുന്ന ഒരു ഗാനമാണ് പുറത്തു വരാനായിട്ടിരിക്കുന്നത്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ആദ്യ നാനി ചിത്രമാണ് സെരിപ്പോത ശനിവാരം. മലയാളം ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷകളിൽ സൂര്യ സാറ്റർഡേ എന്ന പേരിൽ വരാനിരിക്കുന്ന സിനിമയിലെ സെക്കൻഡ് ലുക്ക് നാളെ പുറത്തുവരുന്നതാണ്. നാളെ ഉച്ച കഴിഞ്ഞ് 4:05 ഞാൻ ഈ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തുവരിക. ചിത്രം ഓഗസ്റ്റ് അവസാനം തിയേറ്ററുകളിലേക്ക് എത്തും. ടൊവിനോ ത്രിഷ കോംബോയിൽ വരാനിരിക്കുന്ന ഈ വർഷത്തിലെ അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ത്രില്ലർ സിനിമയാണല്ലോ ഐഡന്റിറ്റി. സിനിമയിലെ ടൊവിനോയുടെ രംഗങ്ങളും ത്രിഷയുടെ രംഗങ്ങൾക്ക് പിന്നാലെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ഉടനെ മുഴുവൻ ചിത്രീകരണം പൂർത്തിയാക്കാനായിട്ടിരിക്കുന്ന സിനിമ ഈ വർഷം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന കമലഹാസൻ സിനിമയാണല്ലോ ഇന്ത്യൻ 2. സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 9 ദിവസങ്ങൾ മാത്രം ബാക്കി. ശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ഡ്യൂറേഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആദ്യ ഭാഗം പോലെ തന്നെ 3 മണിക്കൂറോളം സിനിമയ്ക്ക് ദൈർഘ്യം. ജൂലൈ 12 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയ്ക്ക് 2 മണിക്കൂർ 58 മിനിറ്റാണ് ദൈർഘ്യം. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ.